നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിചിത്രമായ ചില സംഭവവികാസങ്ങളുണ്ട്. അതായത് മുസ്ലിം നാമങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പേരുകളുള്ള സ്ഥലത്തിൻ്റെ എല്ലാം പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മുസ്ലിം രാജാക്കന്മാർ, മുഗൾ രാജവംശക്കാർ അവർ സ്ഥാപിച്ച നഗരങ്ങളും അവരിട്ട് ഓരോ സ്ഥലത്തിനിട്ടേക്കുന്ന പേര് ഇപ്പോൾ ഫൈസാബാദ് അല്ലെന്നുണ്ടെങ്കിൽ അലഹബാദ് ഇങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം ആ പേരുകൾ പോലും ഉള്ള സ്ഥലങ്ങൾക്കൊക്കെ വേറെ പേര് കൊടുക്കുകയാണ് കേട്ടോ. കാരണം അത് കൊടുക്കുന്നത് നമുക്ക് കുഴപ്പമില്ല, മാറ്റിക്കോട്ടെ. കാരണം അത് ഇഷ്ടം പോലെ അങ്ങ് മാറ്റുകയാണ്. ഇപ്പോൾ അതാണ്ട് ഒന്നുമില്ല. ഇപ്പം അത് മുസ്ലിം പേരുകളോട് സാമ്യമുള്ളതല്ലെങ്കിലും ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പോർട്ട് ബ്ലെയർ അതിൻ്റെ പേര് മാറ്റിയിട്ട് എന്തോ ഒരു പുതിയ പേര് ഇട്ടിട്ടുണ്ട്. എന്തുവാന്ന് ഞാൻ മറന്നുപോയി ആ പേര്. അപ്പോൾ അത് അത് ആ പേര് അതിനിട്ടു. എന്നാൽ ഇനി വേറെ കാര്യമുണ്ട്. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നുള്ളതിൻ്റെ പേര് മാറ്റിയിട്ടില്ല. അതും ഇംഗ്ലീഷ് ടേംസ് അല്ലേ, ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത്. അതിൻ്റെ പേര് മാറ്റിയിട്ടില്ല. പക്ഷെ പോർട്ട് ബ്ലെയറിൻ്റെ പേര് മാറ്റിയിട്ട് അതിന് ശ്രീവിജയപുരം എന്നുള്ള പേര് അതിന് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ശ്രീ വന്നല്ലോ അതിൻ്റെ മുമ്പിൽ, സമാധാനമാവും, കുഴപ്പമില്ല, അത് വന്നോട്ടെ. ഇനി ഇതേപോലെ എന്നാൽ ആൻഡമാൻ നിക്കോബാർ എന്നുള്ളതിൻ്റെ പേര് മാറ്റിയിട്ടില്ല, ദ്വീപുകളുടെ പേര് മാറ്റിയിട്ടില്ല. ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിഞ്ഞോട്ടെ. പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ലൊരു പേരായിരുന്നു. അത് വിദേശികളൊക്കെ ഇതൊക്കെ പറയാൻ ഇടയായിട്ടുള്ള ഒരു പേരാണ്. അവർ പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പോർട്ട് ബ്ലെയറിന് അടുത്തുള്ള ഒരു ബീച്ച് എന്ന് പറയുന്ന വേൾഡിലെ സെക്കൻഡ് ബെസ്റ്റ് ബീച്ചാണ് ഉള്ളത്. അപ്പം ഞാൻ പോയിട്ടുണ്ട് അവിടെ. അത്ര നീറ്റാണ്, ക്ലീൻ, നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു ബീച്ചാണ്. നല്ല പഞ്ചസാര മണൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് വളരെ, അതായത് നമ്മളൊക്കെ അങ്ങനെയുള്ളത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ബെസ്റ്റ് ബീച്ചുകളിൽ പെടുന്നതാണത്. പക്ഷെ അത് പറഞ്ഞ് ഈ കാണാൻ വരുന്ന വിദേശികൾ ഇനി എന്തോ പറഞ്ഞുകൊണ്ട് വരും, ശ്രീവിജയപുരത്തേക്കൊന്ന് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരണം. അതാണ് ഇനി അവർക്ക് വേണ്ട. പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഒന്ന്. അപ്പോൾ ഇതിനോട് കൂട്ടി ചേർത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണ്ട വന്ദേ ഭാരത് എന്ന് പറയുന്ന മെട്രോ, ആ ട്രെയിനിന് പകരം ഇപ്പോൾ അതിൻ്റെ ദീർഘദൂരം 400 കിലോമീറ്ററിന് ദൂരത്തിൽ കൂടുതലുള്ള ട്രെയിൻ ഏർപ്പെടുത്തുന്നു. അതിനിട്ടേക്കുന്ന പേര് വന്ദേ ഭാരത് എന്നുള്ളത് അതുവരെ വന്ദേ ഭാരത് എന്നായിരുന്നു, അതങ്ങ് മാറ്റിയിട്ടതിന് നമോ ഭാരത് എന്നൊക്കെ പറഞ്ഞ് വേറെ ഏതാണ്ടൊക്കെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതാണ് നമോ ഭാരത് റാപ്പിഡ്. പക്ഷേ ഈ റാപ്പിഡ് എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല, അത് ഇംഗ്ലീഷ് ടേമാണ്. റാപ്പിഡ് എന്ന് പറയുന്നത് സ്പീഡ് എന്നുള്ളതാണ്, അത് ഇംഗ്ലീഷാണ്. ഇവർക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ലല്ലോ. ഇംഗ്ലീഷ് ഇഷ്ടമല്ലാത്തപ്പോൾ നമ്മുടെ നിയമങ്ങൾ പോലും ഇംഗ്ലീഷ് പേര് മാറ്റിയതാണ്. ഇപ്പോൾ പിന്നെ ഈ റാപ്പിഡ് എന്നുള്ളത് ഇനി പെട്ടെന്ന് അതിവേഗ വണ്ടി, അതിന് പകരം ഇനി എന്തെങ്കിലും ഹിന്ദി ഏതാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ടേം പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അത് എങ്ങാനും അതിനകത്ത് ചേർക്കണം, അതാ വേണ്ടത്. അല്ലെ സംസ്കൃതം, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിലേക്ക് വരണം. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം കൂടെ കണ്ടു കേട്ടോ, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവം. അതായത് ഈ ഇന്ത്യയുടെ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ താജ്മഹൽ. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു കാഴ്ച വസ്തു, വിദേശികളെ ആകർഷിക്കുന്ന കാഴ്ച വസ്തു, വിദേശീയരായാലും തദ്ദേശീയരായാലും ആകർഷിക്കുന്ന ഒരു കാഴ്ച വസ്തു എന്ന് പറയുന്നത് താജ്മഹലാണ്. അത്ര പ്രൗഢിയോട് നിലകൊള്ളുന്ന ഒരു സ്ഥാപനം, ഒരു കെട്ടിടം. ഞാൻ ഏതാണ്ട് 6-7 തവണ താജ്മഹൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എത്ര കണ്ടാലും അത് മതിയാവത്തില്ല. കാരണം അത്രത്തോളം അതിൻ്റെ ആ ശില്പ ഭംഗി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉള്ളതാണ്. അതിൻ്റെ പല ഭാഗത്തുമുള്ള വലിയ വില കൂടിയ വജ്രവും അതും എല്ലാം ബ്രിട്ടീഷുകാർ മോഷിച്ചുകൊണ്ട് പോയെങ്കിൽ പോലും ആ കെട്ടിടത്തിൻ്റെ പ്രൗഢി ഇപ്പോഴും അതുപോലെയാണ്. ഇതൊന്ന് പൊക്കിയെടുത്ത് ഡിസ്മാൻഡിൽ ചെയ്ത് അങ്ങ് ബ്രിട്ടനിൽ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ച് താജ്മഹൽ. പക്ഷേ അതിൻ്റെ ഭാരിച്ച ചെലവ് കാരണം അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഇവിടുന്ന് മോഷിച്ചുകൊണ്ട് പോകുന്നത് മതിയല്ലോ എന്ന് വിചാരിച്ച് ഇതും കൂടെ കൊണ്ടുപോകാൻ അവർ നോക്കി. പക്ഷെ അത് നടന്നില്ല. ആ കെട്ടിടത്തിൽ ഈ ബാബറി മസ്ജിദ് പൊളിച്ചതോടുകൂടി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പള്ളി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ അതിൻ്റെ തൊട്ട് നമ്മൾ ആ താജ്മഹലിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ള ഒരു ഭാഗത്ത് ഒരു പള്ളിയുണ്ട്. അവിടെ ജുമാ നമസ്കാരം ഉണ്ടാകും. ഈ അടുത്ത സമയം വരെ, ഈ അടുത്ത കാലത്ത് എങ്ങോട്ട് നിരോധിക്കുക ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയുള്ള പള്ളിയാണ്. ഇത് ഷാജഹാൻ നിർമ്മിച്ചതാണെന്നും അത് ഒരു ശവകുടീരമാണെന്നും തിരിച്ചറിയണം. ക്ഷേത്രത്തിനകത്ത് ശവകുടീരം വരത്തില്ലല്ലോ. അപ്പോൾ ഒരു ശവകുടീരമാണിത്.
അപ്പൊ നമ്മൾ താജ്മഹൽ വീടുകളിൽ പലരും വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പൊ ഞാനിതൊരു ശവകുടീരം ആയതുകൊണ്ട് എനിക്കിത് ഒരുപാട് പേര് തന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് പൊതുവായിട്ട് പ്രദർശിപ്പിക്കാറില്ല. വീടിനകത്ത് ഇവിടെ ഒരു മൂലയിലും കണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. കാരണം ഇതൊരു ശവകുടീരമാണ്. ഷാജഹാന്റെ ഭാര്യ മുംതാസ് മഹലിനെ അടക്കം ചെയ്ത ശവകുടീരം. ആ കുടീരം ഇപ്പോഴും ഉണ്ട് അതിനകത്ത്. അതിലോട്ട് കയറി നടുക്ക് മധ്യ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റെയർ ഇറങ്ങി വേണം ഇതിനകത്തോട്ട്. ഇപ്പൊ അതിനകത്തോട്ട് ആളിനെ കയറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ അതിന് മുമ്പ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈ ശവകുടീരമാണ് അവിടെ ഉള്ളത്. അതായത് ഒരു ഗ്രേവ് എന്ന് നമുക്ക് പറയാം. അതാണ് ഒരു ബെറിയൽ പ്ലേസ്, ഒരു ഖബർ. അതല്ലാതെ വേറൊന്നുമല്ല അത്. ഇനി ഇതിനകത്ത് കുറച്ച് ഭാഗമായിട്ട് ഇത് താജ്മഹൽ അല്ല, ഇത് പണ്ടൊരു അമ്പലമായിരുന്നു, ഇതിന് തേജോ മഹൽ എന്നായിരുന്നു പേര് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ വിവരമില്ലാത്തവന്മാരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ തന്നെ അങ്ങ് നിർത്തി, അടങ്ങി. പക്ഷെ അത് അടങ്ങിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കുന്ന സംഭവം. ഈ 2 ദിവസം മുമ്പ് ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹം ഏതോ ഹൈന്ദവ സംഘടനയുടെ, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി, ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ നേതാവാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറി. തലയിലൊരു കാവി തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ്റായിട്ടേക്കുന്ന ഷർട്ടും ഒക്കെ ഉണ്ട്. അതുമൊക്കെ ഇട്ട് ഈ തൊപ്പിയൊക്കെ വെച്ച് ഒരു ഷാളും കഴുത്തലിട്ട് ഒരു കലശവുമായിട്ട് അങ്ങോട്ട് പോയി. നോക്കിയപ്പോൾ എന്താണെന്നറിയോ? ചാണകവെള്ളമാണ്. അതായത് ഇത് ശുദ്ധീകരിക്കണമെങ്കിൽ ഇതിനകത്ത്, അതായത് ഇത്ര നമുക്ക് കൈ കൊണ്ട് നമുക്ക് തൊടാൻ പോലും, നമ്മളെ കാലുകൊണ്ട് നടക്കാൻ അവിടെ പെർമിറ്റ് ചെയ്തില്ല. നമുക്ക് കാലിൽ അവർ തരുന്നത് അവിടുന്ന് ഒരു പ്ലാസ്റ്റിക് കവറിങ് തന്ന് നമ്മൾ അതിട്ടുണ്ടേ നമുക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. അത് മെക്കനൈസ്ഡ് ആണ്. മെഷീനോടത്തുള്ള കാല് വെച്ച് കൊടുത്താൽ അത് പിടിച്ചങ്ങ് ഇട്ട് തരും കാലയിലോട്ട്. അതും കൊണ്ടേ നമുക്ക് കയറാൻ പറ്റൂ. അങ്ങനെയുള്ള സ്ഥലത്താണ് ചാണകവെള്ളം തളിക്കണം അദ്ദേഹത്തിന്, കേട്ടോ. ഇത് ശുദ്ധീകരിക്കുക, അഗ്നിശുദ്ധി വരുത്തണം, ചാണകവെള്ളം തളിക്കണം, എന്നാലേ അത് വൃത്തിയാകൂ. അങ്ങനെയാണെങ്കിൽ ഈ മുംതാസ് മഹലിന്റെ ഈ ശവകുടീരം എന്നറിയപ്പെടുന്ന ഈ സാധനം, ഇതിനകത്തുനിന്ന് ഈ ആ ഖബർ അതും കൂടെ അങ്ങ് റിമൂവ് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയാം? പിന്നെ ഇങ്ങനെ അല്ലാതെ ശുദ്ധീകരിക്കുന്നേ? കാരണം ഇതിനകത്തൊരു മുസ്ലിം സ്ത്രീയുടെ ശവശരീരം കിടക്കുകയല്ലേ, വലിയ പ്രശ്നമല്ലേ? പിന്നെ അല്ലെങ്കിൽ ഇത് മുഴുവൻ പൊളിക്കേണ്ടതായിട്ട് വരും. അതിനുള്ള ശ്രമങ്ങളും തകർക്കാൻ, അതുകൊണ്ട് അത്രത്തോളം സുരക്ഷയാണ് അതിന്. ആ നാട് കഴിയുന്നത് അതുകൊണ്ടാണ്. കാരണം അത്രത്തോളം ആളുകളാണ് ഇവിടെ ഇത് കാണാൻ ചെല്ലുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ ചെല്ലുന്നപ്പോൾ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതിനകത്ത് കയറിപ്പോകാം. ഇപ്പം നമ്മൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എങ്ങനെ ആയാലും ശരി ഒരു 4 മണിക്കൂർ ക്യൂ നിൽക്കാതെ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. അത്തരം ആളുകളാണ്. ടിക്കറ്റ് ഉണ്ട്, വെറുതെ അല്ല ഇത്. അതുകൊണ്ട് എന്ത് വലിയ വരുമാനമാണ് അവിടെ ഉണ്ടാകുന്നതെന്നറിയാം. മാത്രമല്ല അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ അതിന് ചുറ്റുമുള്ളത്, എന്തുമാത്രം ചെലവാണ് അതിനകത്തൊക്കെ. കരകൗശല വസ്തുക്കളും ചെരുപ്പ്, അതായത് ലെതർ ഇൻഡസ്ട്രി ഒക്കെ ഒരുപാടുള്ള സ്ഥലമല്ലേ. അതുമൊക്കെ വലിയ ചെലവാണ്. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഉള്ളതുകൊണ്ടാണ്. ഇതിനെ ഇപ്പം നശിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് പതുക്കെ ഇറങ്ങിയത്. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരത് തടഞ്ഞു. പിന്നെ ഇതിനകത്ത് പൂജ നടത്താനായിട്ട് ഒരു 2-3 പേര് സ്ത്രീകളാണ് ഒരു എന്നെ ശ്രമിച്ചായിരുന്നു മുമ്പ്. അതൊക്കെ കുറച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒന്ന് കയറി പൂജിക്കാനും ഒക്കെ തുടങ്ങി, ഏതാണ്ട് കത്തിച്ചു വെക്കുകയൊക്കെ ചെയ്ത് അത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇയാളെ കയറ്റി വിട്ടില്ല ഇതിനകത്ത്. അത് നന്നായി. കാരണം ചാണകവെള്ളം കുടയണം അയാൾക്ക്, അതാണ് ആവശ്യം. ഇതൊക്കെ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോവുകയാണ്? ഇത് പള്ളി പൊളിച്ചു, ഇനി പല പള്ളികളും പൊളിക്കാനുള്ള ശ്രമം നടത്തുകൊണ്ടിരിക്കുന്നു. അതായത് ആ മതപരമായ ഒരു വിവേചനം ആണ് യഥാർത്ഥ ഇതിൽ കാണുന്നത്. ഇത് ഷാജഹാൻ ഉണ്ടാക്കിയതാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ചരിത്രം അതാണ്. ഇനി ചരിത്രമൊക്കെ ചിലപ്പോൾ അങ്ങ് മാറിപ്പോകും, വേറെ വല്ലവരും ഉണ്ടാക്കിയതാണ് ഇത് എന്നൊക്കെ എഴുതി വെച്ചേക്കാം, കേട്ടോ. ഇനി ഷാജഹാൻ തന്നെ മുസ്ലിം അല്ല എന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതുപോലെ ഈ മുംതാസ് മഹൽ അതും മുസ്ലിം അല്ല എന്നും കൊണ്ടുവന്നാൽ ചിലപ്പോൾ പറ്റിയേക്കും. പിന്നെ അത് ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മതപരമായ വിവേചനം ഒക്കെ ഇത് കാണിക്കാൻ പോയാൽ ഇപ്പോൾ അതിനോട് കൂട്ടി വായിക്കുമ്പോഴാണല്ലോ നമ്മൾ കാണുന്ന ഈ ബുൾഡോസർ രീതിയൊക്കെ ഭരണം നമ്മൾ കാണുന്നതാണ്. അപ്പം ഇതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നൊന്ന് ചിന്തിക്കണം. അത് രാജ്യത്തിന് ഒരുപാട് വലിയ സമ്പത്ത് പ്രദാനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്. അതിന് ഒരാളെ ഉണ്ടാക്കിപ്പോയി, അത് നിർമ്മിച്ചു പോയി, അയാൾ മരിച്ചും പോയി. അയാൾ ഇനി എഴുന്നേറ്റ് വരുന്നില്ല അവകാശവും പറഞ്ഞുകൊണ്ട്. അയാളുടെ ഭാര്യ അതി അടക്കം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അയാൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അത്. ഇനി ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഷാജഹാനെ പിടിച്ച് ഔറംഗസീബ് ജയിലിലിട്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഔറംഗസീബ് വളരെ നല്ല സംശുദ്ധനായ ഒരു ഭരണാധികാരിയായിരുന്നു.
ഒരൊറ്റ രൂപ പോലും അദ്ദേഹം ഇന്ത്യൻ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിൽ നിന്ന് ചെലവാക്കിയിട്ടില്ല. എടുത്ത് സ്വന്തം ഉപയോഗത്തിന് ചെലവാക്കിയിട്ടില്ല. അത് സ്വന്തം ജോലി ചെയ്ത് സമ്പാദിച്ചേ ചെലവാക്കിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കാൻ പോലും, ശവസംസ്കാരം നടത്താൻ പോലും ഉള്ള പണം ഉണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാളെ ഒരുപാട് വികലമായിട്ട് അയാളെ ചിത്രീകരിക്കുന്നുണ്ട്. അത് വിവരമില്ലാത്തവർ ചെയ്യുന്നതാണ്, ശരിയായ ചരിത്രമല്ലത്. ഈ ഔറംഗസീബ് എന്തിന് ഷാജഹാനെ പിടിച്ച് ജയിലിൽ വിട്ടോന്ന് ചോദിച്ചാൽ ഇയാൾ ക്രൂരനായതുകൊണ്ടാണെന്ന് പലരും പറയും. അല്ല, കാരണം ഈ ഷാജഹാൻ ഈ മുംതാസ് മഹലിനോടുള്ള പ്രേമം എന്ന് പറയുന്ന അത്രത്തോളം അതിര് കടന്നതായിരുന്നു. ഇതേപോലുള്ളൊരു താജ്മഹൽ, ഇനി കറുത്ത താജ്മഹൽ ഇതിന് നേരെ എതിർവശത്ത്, ആ നദിക്ക് എതിർവശത്ത് വേണം എന്നുള്ളതിന് അതിന്റെ പ്ലാറ്റ്ഫോം നിർമ്മിച്ചു. അവിടെ ഉണ്ടായി കറുത്ത ഇത് വെള്ള താജ്മഹൽ, ഇനി അവിടെ കറുത്ത താജ്മഹൽ ഉണ്ടാകും. അപ്പോൾ ഈ ട്രഷറിയിലെ പണം എടുത്താണ് ഇങ്ങനെ ചെലവഴിക്കുന്നത്. ഇത് രാജ്യദ്രോഹമാണ് എന്ന് കണ്ടതുകൊണ്ടും ഇങ്ങനെ ഈ തലയ്ക്ക് ഇതുപോലെ അങ്ങ് ആയിപ്പോയി. ഈ ബോധം, മരിച്ചുപോയ ഒരു സ്ത്രീയാണ്, പക്ഷേ അയാൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പിടിച്ച് ഇങ്ങനെ പണം ദുർവ്യയം ചെയ്യുന്നതിന് വേണ്ടിയാണ്, അത് ചെയ്യാതിരിക്കുന്നത് തടയാൻ വേണ്ടിയാണ് പിടിച്ച് ജയിലിലിട്ടത്. ഈ ചരിത്രം എത്ര പേർക്ക് അറിയാം? വളരെ കുറച്ച് ആളുകൾക്ക് അറിയാം. അപ്പൊ അത് നമ്മൾ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയുക. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്താണ്, സ്വത്താണെന്നൊന്ന് മനസ്സിലാക്കുക. അതവിടെ നിൽക്കട്ടെ, അത് കാലാകാലങ്ങൾ നിൽക്കട്ടെ. സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് അവിടെ ഇന്ധനം ഒഴിക്കുന്ന ഒരു വാഹനം ഓടിക്കാൻ പാടില്ല അതിന്റെ പരിസരത്തങ്ങ്. നമുക്കവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ അവിടെ ഉണ്ട്. ഫ്രീ ആണ്. അതിനകത്ത് എപ്പോഴും വണ്ടി കൊണ്ടുവന്നിടും, അതിനകത്ത് ആൾ കയറിയിരിക്കാം, ഇങ്ങോട്ട് കൊണ്ടുവരും, തിരിച്ചു പോകുന്നതും അങ്ങനെ. അല്ലാതെ നമ്മുടെ വണ്ടികളൊന്നും അതിനടുത്ത് കൊണ്ടിന്ന് പാർക്ക് ചെയ്യാനോ ഓടിച്ചു കയറ്റാനോ ഒന്നും പറ്റത്തില്ല. കാരണം അന്തരീക്ഷ മലിനീകരണം ഉണ്ടായിട്ട് ഇത് മങ്ങിപ്പോവും എന്നുള്ളത് കൊണ്ടാണ് ഈ നിരോധനമൊക്കെ വരുത്തിയേക്കുന്നത്. അത് രാജ്യത്തിന്റെ സമ്പത്തായതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലാണ് ചാണകവെള്ളവും കൊണ്ട് കയറുന്നത്. കൊള്ളാം, നന്നായിരിക്കും.